ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാനൊരു യാത്ര പോവാണേ. എവിടേക്കറിയോ? മഹാരാഷ്ട്രയിലെ മാത്തേരാനിലേക്ക്. കാലിക്കറ്റ് ടു താനെ കൊങ്കൺ വഴിയാണ് യാത്ര. ഈ റൂട്ട് ഒരുപാട് തുരങ്കങ്ങളുള്ളതാണെന്ന് അറിയാലോ. കൊങ്കൺ യാത്രയിൽ കുറേ വെള്ളച്ചാട്ടങ്ങളും നല്ല ക്ലൗഡ് ബേഡ്സ് കൃഷികളൊക്കെ നമുക്ക് കാണാം. ഇവർ മാത്തേരാനിലേക്കാണ്. താനയിൽ ട്രെയിൻ ഇറങ്ങി ഇനി നെരാലിലേക്കാണ് ലോക്കൽ ട്രെയിനിന്. ആ കാണുന്ന കുന്ന് അതൊന്ന് നോട്ട് ചെയ്യണേ, നമുക്കിനിയും കാണാനുള്ളതാണ്. നെരാലിൽ ട്രെയിൻ ഇറങ്ങി മാത്തേരാനിലേക്ക് ഷെയർ ടാക്സി വിളിച്ച് പോവുകയാണേ. പെർ ഹെഡ് 120 രൂപയാണ് ടാക്സി ചാർജ് വരിക. അമൻ ലോഡ്ജ് വരെയാണ് നമുക്ക് ടാക്സി ഉണ്ടാവുക. അവിടുന്ന് 3 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് മാത്തേരാനിലേക്ക്. വാഹന നിരോധിത മേഖലയാണെങ്കിലും ഇലക്ട്രിക് ഓട്ടോ നമുക്ക് കാണാൻ കഴിയും. പിന്നെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് കുതിര വണ്ടികൾ, ടോയ് ട്രെയിനൊക്കെയാണ്. മാത്തേരാനിലേക്ക് ഇവിടുന്നാണ് എൻട്രി. ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ കാടും മലയും ഹിൽ സ്റ്റേഷനൊക്കെ വരുന്നതിൻ്റെ ടോപ്പിലേക്ക്. ഇവിടെയാണ് അവരെല്ലാവർക്കും എൻട്രി. स्वागतम सुस्वागतम सुस्वागतम माथेरान गिरिस्थान स्वागतम सुस्वागतम माथेरान लक्षात ठेवा या प्रत्येक सुविधांचे ഇതാണ് അമൻ ലോഡ്ജ് റെയിൽവേ സ്റ്റേഷൻ. മാത്തേരാനിലേക്ക് ഇവിടുന്ന് ടോയ് ട്രെയിനിന് കയറി പോകാവുന്നതാണ്. റെയിൽവേ ട്രാക്ക് വഴി നടന്നു പോവാം, അല്ലെങ്കിൽ ആ കാണുന്നത് ഇൻ്റർലോക്ക് ചെയ്ത റോഡാണ്. അതുവഴിയാണ് കുതിരകളും ഇലക്ട്രിക് ഓട്ടോയൊക്കെ പോകുന്നത്. ടോയ് ട്രെയിനിൻ്റെ ഈ ട്രാക്ക് വഴി നടന്നു പോവുകയാണെങ്കിൽ മാത്തേരാനിലേക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. അറിയില്ലാന്ന് പോലും. അങ്ങനെ മാത്തേരാനിലെത്തിയിട്ടോ. क्या बोल रहे थे ഇപ്പൊ ടൈം 7:24.
ഇവിടെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നുള്ളൂ. സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് അതേ സമയം. ഡേവിഡ് ജാഫത്ത് 1955 ഉണ്ടാക്കിയതാണ്. ഹോട്ടലാണ്. ഇവിടുത്തെ ടൗണിന് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 200 വർഷത്തോളം പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ പള്ളി പണിതിരിക്കുന്നത് 1872 ഇവിടെ മാർക്കറ്റ് രാത്രി 10 മണി വരെയൊക്കെ സജീവമായിട്ടുണ്ട്. അതിരാവിലെ ട്രെക്കിങ്ങിന് ഇറങ്ങിയതാണ്. ആളും ബഹളം ഒന്നുമില്ലാത്ത മാർക്കറ്റാണ് നമുക്ക് കാണാൻ കഴിയുക. പോസ്റ്റ് ഓഫീസ് മാറ്റേര് സ്ഥലത്ത് ഇങ്ങനെ കാണണ്ടേ എലി ഇങ്ങനെ ചത്തടക്കുന്നത്. നമ്മളെ സ്റ്റോൺ മിഠായിൻ്റെ കല്ല് പോലെ ഉണ്ട്. അതിനുള്ളിൽ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പം അവരവരുടെ മുൻഭാഗമൊക്കെ നല്ല പോലെ അടിച്ചിടുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലോ അല്ലേ. പോയിന്റിലേക്ക് പോകുന്ന വ്യൂ ആണ്. നല്ല അടിപൊളി സെറ്റ് ആയിരിക്കും. നമുക്ക് പോയി നോക്കാം. സൺറൈസ് കിട്ടുമോന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉള്ള വഴിയാണ്. പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് ലൂസിയ പോയിന്റ് ഉണ്ട്, എക്കോ പോയിന്റ്, പോയിന്റുകളൊക്കെ പറയുന്നത് ഹണിമൂൺ പോയിന്റ്, ലാൻഡ്സ്കേപ്പ്, കോടയിലൂടെ നടന്നു പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് ഗേറ്റുകൾ കാണാം. പൊട്ടി പോരാനാ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ. 1850കളിലൊക്കെ ഈ പാർസികളും ബ്രിട്ടീഷുകാരും അവർക്ക് താമസിക്കാനുള്ള ബംഗ്ലാവുകൾ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാടിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചരിത്രം ഉറങ്ങുന്ന ആ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അടിപൊളി വ്യൂ ആണ്. വ്യൂ എന്നതിലേറെ നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ. ഈ സമയം കണ്ട രാവിലെ 7 മണിക്കായി എന്ന് പറയൂ. പോയിന്റ് മങ്കി ഹെഡ്, ലയൺ ഹെഡ്. ഇനി ഇവിടുത്തെ വ്യൂ പോയിന്റുകളുടെയും ക്ലൈമറ്റിൻ്റെയൊക്കെ വിശേഷമായിട്ട് വീണ്ടും കാണാം.